സോ ഗൈസ്, സ്കൂൾ റിലീസ് ആയി കഴിഞ്ഞ് നമ്മൾ ലോകേഷിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ആളുടെ കരിയർ ഓൾമോസ്റ്റ് ഒരു ഡൗൺഫോൾ എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഫസ്റ്റിംഗ് വളരെ ഹൈപ്പിൽ വന്നിട്ട് കുറെ തള്ളി കയറ്റിയ കൂലിക്ക് വളരെ നെഗറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഫ്ലോപ്പ് ആയി പടം ഫ്ലോപ്പ് ആയെന്ന് മാത്രമല്ല, അവർ ഒറ്റ പടത്തിന്റെ പേര് ലോകേഷിന് കിട്ടിയ ട്രോളിന് കയ്യും കണക്കുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രജനി കമൽ പ്രൊജക്റ്റിൽ നിന്ന് പുള്ളിയെ പുറത്താക്കി. ഇതൊന്നും പോരാതെ ഇത്രയും വലിയൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുത്ത LCUലെ നെക്സ്റ്റ് പടമായിട്ടുള്ള കൈദി 2 ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു. പുള്ളിയുടെ ഫാൻസിനെ പുള്ളി വെറുപ്പിച്ചു. പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് മൊത്തം പുള്ളി കളഞ്ഞു. പുള്ളിയുടെ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടായിരുന്ന അവരെയും പുള്ളി വെറുപ്പിച്ചു. ഇതൊന്നും പോരാതെ ഇപ്പൊ തമിഴ് സിനിമയും വിട്ടിട്ട് അല്ലു അർജുന്റെ കൂടെ അടുത്ത പടം ചെയ്യാൻ പോകുന്നു. ശരിക്കും എന്താണ് ഇപ്പൊ കറന്റ് ലോകേഷിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആള് ശരിക്കും ഒരു സ്കാമർ ആണോ, ലൈക്ക് ഒരു ഓരോ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് ആൾക്കാരെ പറ്റിക്കുവാണോ ആള്? അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് LCUവിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ LCUവിനെ തുടർന്ന് കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, ലോകേഷ് ചെയ്ത ഫസ്റ്റ് പടം എന്ന് പറയുന്നത് മാനഗരമാണ്. ഒരു നോർമൽ കൈൻഡ് ഓഫ് പടം എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഓഫ് സ്റ്റാർ കാസ്റ്റ് ആണ്. ബട്ട് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ പടമാണിത്. മാനഗരം അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും കണ്ടിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു യൂട്യൂബിലുണ്ടെന്ന്. മാനഗരം ആളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കായിട്ട് തന്നെ പറയാവുന്ന പടമാണ്. എങ്കിൽ പോലും കൈദിയിലൂടെയാണ് ആൾക്കൊരു വലിയ റീച്ച് കിട്ടുന്നതും ആൾ ഇന്ന് കാണുന്ന ഒരു വലിയൊരു സ്റ്റാർ ഡയറക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത്. ലോകേഷിന്റെ വളർച്ച എന്ന് പറയുമ്പോഴത്തേനും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വളർച്ച തന്നെയായിരുന്നു. ലൈക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ മാനഗരം പോലെ ഓൾമോസ്റ്റ് 0 സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു പടം ചെയ്തിട്ട് നമ്മുടെ കിങ് മേക്കർ ആയിട്ടുള്ള കാർത്തിയുടെ കൂട്ടത്തിൽ കൈദി പോലൊരു പടം ചെയ്യുന്നു. ആ പടത്തിനൊരു കൾട്ട് ഫാൻ ബേസ് വരുന്നു. ആ പടം ആളുടെ കരിയർ ബെസ്റ്റ് പടമായി മാറുന്നു. കൈദി കഴിഞ്ഞപ്പോഴത്തേക്കിന് തമിഴിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള വിജയുടെ കൂട്ടത്തിൽ മാസ്റ്റർ ചെയ്യുന്നു. ആ പടമാണെങ്കിൽ വലിയൊരു സക്സസ് ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് ലോകേഷ് ആളുടെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന കമൽ ഹാസന്റെ കൂട്ടത്തിൽ ഒരു പടം ചെയ്യാൻ ചാൻസ് കിട്ടുന്നു. അങ്ങനെ ആള് വിക്രം ചെയ്യുന്നു. ആൻഡ് വിക്രം വലിയ ഹിറ്റായി എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടുള്ള LCUവിന് അങ്ങോട്ട് ഒരു തുടക്കം കൊടുക്കുന്നു. ഇവിടെ വരെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫാൻസിന് ഫാൻസ്, പൈസക്ക് പൈസ, പാൻ ഇന്ത്യ റീച്ച് എല്ലാം ഓക്കെ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കരിയറിന്റെ ഏറ്റവും പീക്ക് എന്ന് വേണം പറയാൻ. അത്രയും ടോപ്പിൽ നിൽക്കുമ്പോൾ അടുത്ത പടം വിജയുടെ കൂടെ അനൗൺസ് ചെയ്യുന്നു ലിയോ. പടത്തിന് വേറെ ലെവൽ ഹൈപ്പ് പോകുന്നു. ഫാൻ തിയറീസ് വരുന്നു, LCU കണക്ഷൻ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരുന്നു, റീമേക്ക് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പടം റിലീസായി. പടം ഇറങ്ങി ഫസ്റ്റ് ഹാഫിന് വേറെ ലെവൽ പോസിറ്റീവ് റെസ്പോൺസ്. ബട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പടത്തിന് മിക്സ്ഡ് റെസ്പോൺസ് വരാൻ തുടങ്ങി. ആൻഡ് ഇവിടെയാണ് എല്ലാത്തിന്റെയും തുടക്കം. പടത്തിൽ എല്ലാവരും ഒരു നെഗറ്റീവ് എന്ന രീതിക്ക് പറഞ്ഞ ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒക്കെ ഫേക്ക് ആണെന്ന് വന്ന് പുള്ളി പറയുന്നു. ഒരു കൈൻഡ് ഓഫ് ന്യായീകരണം പോലെ. അതുകൂടാതെ ഒരു ആവശ്യമില്ലാത്തൊരു LCU കണക്ഷനും കൂടെ ആ പടത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് പറയുന്നു ഇനി LCUവിന്റെ ഭാഗമായിട്ട് കുറെ പടങ്ങൾ വരാനുണ്ട്. കൈദി 2 ഉണ്ട്, വിക്രം 2 ഉണ്ട്, ലിയോ 2 ഉണ്ട്, നമ്മുടെ റോളക്സിന്റെ സ്റ്റാൻഡ് അലോൺ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത പടം അനൗൺസ് ചെയ്യുന്നു രജനീകാന്തിന്റെ കൂടെ. എന്താണോ ലിയോയ്ക്ക് സംഭവിച്ചത് അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറുന്നു, ഫാൻ തിയറി വരുന്നു, ഡീകോഡിങ് വരുന്നു, LCU കണക്ഷൻ എന്ന് പറയുന്നു, അത് ഇത് മറ്റേത് മാട് മണ്ട് എല്ലാം വരുന്നു. ആൻഡ് പടം ഇറങ്ങിയപ്പോഴത്തേന് ഒരു ബിലോ ആവറേജ് സംഭവം. ആൻഡ് ഈ ഒരു ഒറ്റ പടത്തിന്റെ പേരിൽ ആൾക്ക് കിട്ടിയ ഹെയ്റ്റിനും ട്രോളിനും കയ്യും കണക്കുമില്ലെന്ന് വേണം പറയാൻ. ആൻഡ് ഇതിനെ തുടർന്നാണ് ഫുൾ പ്രശ്നങ്ങൾ വരുന്നത്. കുറെ നാളത്തേക്ക് ആളെ കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. കമൽഹാസനെയും രജനീകാന്തിനെയും വെച്ച് പുള്ളി പടം ചെയ്യാൻ പോവാന്നു. അത് ഡ്രോപ്പ് ആവുന്നു. അത് ഡ്രോപ്പ് ആവുമല്ല, ലോകേഷിനെ ആ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റുന്നു. അത് കഴിഞ്ഞ് കൈദി 2ന്റെ പ്രശ്നങ്ങൾ, ലോകേഷിന്റെ റെമ്യൂണറേഷനെ പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായി. അതിന്റെ ഇടയ്ക്ക് പുള്ളി അഭിനയിക്കാൻ പോകുന്ന പടത്തിന്റെ ഗ്ലിംസ് വരുന്നു. ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഫാൻസ് വെറുത്തോണ്ടിരിക്കുക എന്നുള്ള കാര്യം നോക്കണം. LCU പോലൊരു സാധനം അവിടെ തുടങ്ങി വെച്ചിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ ഓരോന്ന് കിടന്ന് കാണിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേ ഇപ്പൊ അറ്റ്ലാസ് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളി അല്ലു അർജുന്റെ കൂട്ടത്തിൽ അടുത്ത പാൻ ഇന്ത്യൻ പടം അനൗൺസ് ചെയ്തു. ആ പടം എന്തായാലും 2026 റിലീസ് ആവത്തില്ല, അടുത്ത വർഷം കാണത്തുള്ളൂ. അതായത് 2027. അതായത് കൈദി 2 വരണമെങ്കിൽ ഇനിയും കുറെ സമയം എടുക്കുമെന്ന്. കൈദി 2ന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ലോകേഷിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയായിരിക്കും പുള്ളി കൈദി 2ന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 75 കോടി ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പ്രൊഡക്ഷൻ ഹൗസിന് കറന്റ് ആൾക്ക് അത്ര കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അത് വേറൊന്നും അല്ല, ഈ സെയിം പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന് പറയുന്ന പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കയ്യിലുള്ള പൈസ മൊത്തം അതിലിട്ടേക്കുവാണ്. ആൻഡ് ആ പടമാണെങ്കിൽ റിലീസ് പോലും ആവുന്നില്ല. അത് ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുവാണ്. സോ കൈദി 2ന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ്. അപ്പൊ അതിൽ ലോകേഷിന് വലിയ റോൾ ഇല്ലെന്ന് വേണം പറയാൻ. ആകെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പുള്ളിയുടെ റെമ്യൂണറേഷൻ കുറയ്ക്കാന്നുള്ളതാണ്. അത് പുള്ളി കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ കൈദി 2 നീണ്ടു പോകുന്ന അനുസരിച്ച് LCU എന്ന് പറയുന്ന യൂണിവേഴ്സ് നീണ്ടു പോകും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പുള്ളിക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് LCU ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ ഓരോ ആക്ടേഴ്സിന് പ്രായം കൂടിക്കൂടി വരുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൈദിക്കകത്തെ ദില്ലിയുടെ മോളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് വലുതായി.
ഇതൊക്കെ പടത്തെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ്. ആൻഡ് ഇപ്പം എത്രയോ പടങ്ങളാണ് എൽസിയിൽ വരാൻ കിടക്കുന്നത്, 4-5 പടം എൽസിയിൽ വരാനുണ്ട്. എങ്ങനെ പോയാലും ഇനി ആൾ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്താലും 10 കൊല്ലം എടുക്കും ഇത്തരം പടം വീടാൻ വേണ്ടിയിട്ട്, ഏറ്റവും സ്പീഡിൽ ചെയ്താൽ തന്നെ. ഞാനിപ്പോ ദില്ലിയുടെ മോളുടെ കാര്യം പോട്ടെന്ന് നോക്കാം. ലൈക്ക് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ആക്ടറിനെ ഒക്കെ മാറ്റാന്ന് നോക്കാം. ബട്ട് വാട്ട് അബൌട്ട് കമൽ ഹാസൻ? ലൈക്ക് ഇപ്പൊ തന്നെ പുള്ളിക്ക് ഒരു 74-75 വയസ്സുണ്ട്. ഓരോ ആക്ടേഴ്സിനും പ്രായം കൂടും തോറും അവരുടെ എബിലിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഫിസിക്കലി അവർ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് ലിയോ 2, അത് വരാൻ ഒരു ചാൻസും ഇല്ലെന്ന് തോന്നുന്നു. മൊത്തത്തിൽ പറഞ്ഞാല് എൽസിയു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന് മാത്രമല്ല ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത്, നമ്മുടെ ലോക്കിക്കും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ഐ മീൻ എല്ലാവർക്കും അറിയായിരിക്കും എൽസിയു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് അത് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള സംഭവമല്ല. കൈദി ചെയ്തപ്പോൾ അതൊരു 2 പാർട്ടുള്ള പടം മാത്രമായിരുന്നു. അതിനുശേഷം വിക്രം വന്നപ്പോഴാണ് ഇവർ ഇതൊരു യൂണിവേഴ്സ് ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ആൻഡ് അത് സത്യം പറഞ്ഞ വർക്കായെന്ന് വേണം പറയാൻ. ബട്ട് അവർ ലിയോയും കൂടി അതിനകത്തോട്ട് ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കിന് കുറച്ച് പണി പാളിയെന്ന് വേണം പറയാൻ. ഇനി ബാക്കി പടങ്ങളുടെ ഒക്കെ കഥ ഉണ്ടോ എന്ന് തന്നെ ഉള്ള കാര്യം ഡൗട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആകെ അറിയാവുന്ന ഒരു കഥ എന്ന് പറയുന്നത് നമ്മുടെ രാജുവേട്ടൻ പറഞ്ഞ കഥയാണ്. ലൊക്കേഷനൊക്കെ ഒരു സെറ്റപ്പ് ഭയങ്കര രസമാണ്. അതായത് ലോകേഷ് അടുത്ത് ചെയ്യുന്ന സിനിമയുടെ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കൈദി 2ന്റെ കഥ എനിക്ക് ലോകേഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റോളക്സ് ഒരു സ്പിൻ ഓഫ് സിനിമയുടെ വിഷയം എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ലോകേഷിനോട് ചോദിച്ചു, അപ്പൊ ബേസിക്കലി അടുത്തൊരു 10-12 വർഷക്കാലം ഇനി എഴുതണ്ട, അതായത് ഇതിൽ അടുത്ത ഞാൻ ഏത് ചെയ്യണമെന്ന് തീരുമാനിച്ചത്, കഥയൊക്കെ സെറ്റാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്ലാനിങ്. മൊത്തത്തിൽ പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് ലോകേഷിന് ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. ഇപ്പൊ പുള്ളി വന്ന് പറഞ്ഞേക്കുന്നത് അല്ലു അർജുന്റെ പടം കഴിഞ്ഞാൽ പുള്ളി നേരെ ചെയ്യാൻ പോകുന്നത് ഖൈദി 2ഉം അതുപോലെ എൽസുവിന്റെ ബാക്കി പടങ്ങളാണെന്നാണ്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം കൂലി കഴിഞ്ഞപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കേട്ടത്. ബട്ട് അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഖൈദി 2 ആകட்டும், விக்ரம் 2 ஆகட்டும், ரோலக்ஸ் இண்டிவிஜுவல் ஃபிலிம் ஆகட்டும், இதெல்லாம் என்னோட கமிட்மெண்ட்ஸ். ஸோ இதை நான் பண்ணாமல் போக முடியாது. இது எல்லாமே என்னோட கமிட்மெண்ட்ஸ். அதுவும் நிறையா சம்பளம் கேட்டேன், அதனால கைதி 2 பண்ணல அப்படிலாம் போட்டுருந்தாங்க. அப்படிலாம் இல்லை. ஸோ அதனால் எல்சியூ மூடப்படல, திருப்பி ஓப்பன் ஆகும். ഏയ് മച്ചാനെ, എന്താണത്? ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? ബോറടിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ കൂടി ഈ യൂണിവേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഈ ഒരു സംഭവം തോന്നിയായിരുന്നു, ഈ പുള്ളി ഇത് എന്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. ലൈക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൽസിയിൽ ഫുള്ള് സ്റ്റാർസ് ആണ്. ഇത്ര സ്റ്റാർസിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്പേസ്, ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ പവർ ഇതെല്ലാം കൊടുത്തില്ലേ വലിയ പ്രശ്നമാവും. സോ മൊത്തത്തിൽ പറഞ്ഞാൽ എൽസിയു പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഈ പോക്കാണെങ്കിൽ ദില്ലി 2ന് മുമ്പ് മിക്കവാറും ബെൻസ് ആയിരിക്കും ഇറങ്ങുന്നത്. അത് വരുമ്പോൾ അറിയാം എന്താകും എന്നുള്ള കാര്യം. ആസ് എ എൽസിയു ഫാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ഈ യൂണിവേഴ്സ് എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് കറന്റ് ലോകേഷ് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. കുറെ പേർക്കൊക്കെ അറിയുന്ന പോലെ ആൾ അഭിനയിക്കുന്ന ഒരു പടം വരാനുണ്ട്. ആൻഡ് അതുപോലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ എവിടുന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന ഒരു അപ്ഡേറ്റ്, അല്ലു അർജുന്റെ കൂടെ ചെയ്യാൻ പോകുന്ന പടം. ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ കുറെ പേരൊക്കെ പറയുന്നത് ഞാൻ കണ്ടു, തമിഴ് സിനിമയൊക്കെ പുള്ളി ഉപേക്ഷിച്ചെന്നുള്ളത്. ജോക്സ് അപ്പാട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആള് ശരിക്കും ചെയ്യാൻ പോകുന്ന കാര്യം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് ഇപ്പൊ അല്ലു അർജുന്റെ കൂടെ ചെയ്യാൻ പോകുന്ന പടത്തിലൂടെ ആൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അതായത് ഓൾറെഡി അല്ലു അർജുന് കറന്റ് ഒരു പാൻ ഇന്ത്യ റീച്ച് ഉണ്ട്. സോ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, ലോകേഷിന് ആളുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലു അർജുനുമായിട്ടുള്ള പടം. ഇതുപോലെ തന്നെയാണ് അല്ലു അർജുന്റെ കേസും. ലൈക്ക് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലു അർജുന് ഓൾ ഇന്ത്യ ഫാൻ ബേസ് ഉള്ളതിൽ സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ ആൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. അതിൽ ഇപ്പൊ നോർത്തിൽ ആൾക്ക് ഭയങ്കര ഫാൻ ബേസ് ആണ്. അതേസമയം സൗത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ മലയാളം, തെലുങ്ക്, കന്നഡയിലൊക്കെ ആൾക്ക് നല്ല ഫാൻ ബേസ് ആണ്. അതേസമയം തമിഴ്നാട്ടിലെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാൻ ബേസ് കുറവാണ്. സോ ലോകേഷിനും കൂടെ പടം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഒരു ഫാൻ ബേസിന് ബിൽഡ് ചെയ്യാനും കൂടെ പുള്ളിക്ക് ഹെൽപ്പ് ആവും. സോ ഈ പടം കൊണ്ട് 2 പേർക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു അനൗൺസ് വന്നത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആകെ എൽസി ഫാൻസ് മാത്രമാണ്. സോ എന്തായാലും കൂലിക്ക് കിട്ടിയ ഫുൾ നെഗറ്റീവും പാൻ ഇന്ത്യ കംബാക്ക് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ലോകേഷിന്റെ പ്ലാൻ. അത് വർക്കായ പുള്ളിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഊക്ക് മേടിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കുറെ സ്കാമർ എന്നൊക്കെ പറഞ്ഞ് കുറെ കിട്ടുന്നുണ്ട്. ആക്ച്വലി കുറച്ചൊക്കെ ആൾ ഡിസേർവിംഗ് ആണ്, ബട്ട് കംപ്ലീറ്റ്ലി ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇത് മനസ്സിലായില്ലേ? ഡിസേർവിംഗ് ആണ്, പക്ഷെ ഡിസേർവിംഗ് അല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ വർഷം നമുക്ക് 10 ബില്യൺ അടിക്കാനുള്ളതാണ്. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക. പിന്നെ മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതും അറിയാൻ പറ്റും. അപ്പൊ ശരി, ഓക്കെ, ബൈ. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.